വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു മിന്ത്ര ഹോളാണ്. അപ്പോൾ മിന്ത്രയിൽ നിന്നുള്ളൊരു റാൻഡം ഹോളാണ് കേട്ടോ. അതായത് ഞാൻ കാണിക്കാൻ പോകുന്ന പ്രൊഡക്ട്സ് ഒന്നും ഒരു പെർട്ടിക്കുലർ കാറ്റഗറിയിൽ വരുന്നതല്ല, എല്ലാം കൂടി മിക്സ് ആയിട്ടാണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ഇവിടെ കൊടുക്കുക, അവിടെയും കൂടി കയറി ചെക്ക് ചെയ്യുക. ഇഷ്ടമാണെങ്കിൽ അവിടെയും കൂടി ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കിനി ഓരോരോ ഡ്രസ്സസ് ആയിട്ട് കാണാം. അപ്പോൾ ഇതിനകത്ത് കുർത്തീസ് ഉണ്ട്, പിന്നെ വെസ്റ്റേൺ വെയർസ് ഉണ്ട്, എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ഹോളാണ് കേട്ടോ. അപ്പം ഞാൻ ആദ്യം തന്നെ കാണിക്കാൻ പോകുന്നത് ഒരു ജീൻസ് ആണ്. എന്നോട് കുറച്ച് പേരൊക്കെ ജീൻസ് ഹോൾ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ മീഷോയിൽ നിന്നുള്ള ഒരു ജീൻസ് ഹോൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കയറി ചെക്ക് ചെയ്യാം കേട്ടോ. ഇത് റോഡ്സ്റ്റർ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ജീൻസ് ആണ് കേട്ടോ. ഇതിൽ സൈസ് 30 ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. എപ്പോഴും എൻ്റെ വേസ്റ്റ് സൈസ് 30 ആണ് വരാറുള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ. ഇത് വന്നിട്ട് ഒരു നേവി ബ്ലൂ ആണ്. നേവി ബ്ലൂവിൽ ഒരു വാഷ്, അതായത് നേവി ബ്ലൂ കളർ അതിൻ്റെ ഇവിടെ ഈ ഒരു പോർഷനിലായിട്ട് കുറച്ചും കൂടി ലൈറ്റർ ഷെയ്ഡ് വന്നിട്ട് അങ്ങനെ വരുന്ന ഒരു ജീൻസ് ആണ് കേട്ടോ. ഇതിന്റെ ഫിറ്റ് പറഞ്ഞാൽ സ്കിന്നി ഫിറ്റ് ആണ് കേട്ടോ. സ്കിന്നി ഫിറ്റ് ആണെന്ന് വിചാരിച്ച് ഭയങ്കര ടൈറ്റ് ആയിട്ട് ഹഗ് ചെയ്യുന്ന പെൻസിൽ ഫിറ്റ് ആ കൈൻഡല്ല, അത്യാവശ്യം ലൂസിൽ നിൽക്കുന്ന എന്നാലും ഒരു സ്കിന്നി ഫിറ്റ് ആയിട്ട് വരുന്ന ജീൻസ് ആണ്. നല്ല ക്വാളിറ്റി ഉള്ള ജീൻസ് ആണ്. ഇത് റോഡ്സ്റ്റർ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെതാണ് കേട്ടോ. അപ്പോൾ റോഡ്സ്റ്റർ എന്ന് പറയുന്ന ബ്രാൻഡിൽ നമുക്ക് വേറെയും ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ് മിന്ത്രയിൽ. മിന്ത്ര കയറി ചെക്ക് ചെയ്യുകയാണെങ്കിൽ കാണാൻ പറ്റും. പ്രൈസ് വന്നിട്ട് എനിക്ക് തോന്നുന്നു 600 അല്ലെങ്കിൽ 700 സംതിങ്ങിനാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിന്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നല്ല ക്വാളിറ്റി ഉള്ള ഒരു ജീൻസ് ആണ് കേട്ടോ. അപ്പോൾ ഒരു ബഡ്ജറ്റിൽ നമുക്ക് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു ജീൻസ് വേണമെങ്കിൽ റോഡ്സ്റ്റർ എന്ന് പറയുന്ന ബ്രാൻഡ് ഒന്ന് കയറി ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ടോപ്പാണ്. ഇത് വന്നിട്ട് നമ്മൾക്ക് ഈ സ്കേർട്ടിലേക്ക് അല്ലെങ്കിൽ നമുക്ക് ജീൻസിലേക്കൊക്കെ സ്റ്റൈൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടോപ്പാണ് കേട്ടോ. എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെതാണ്. ഇതിൽ സൈസ് മീഡിയം ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കാരണം എനിക്ക് സ്കേർട്ടിലേക്കൊക്കെ ഇടുന്ന സമയത്ത് ഭയങ്കര ഹഗ്ഗിങ് ആയിട്ടുള്ളത് എനിക്ക് ഇഷ്ടമില്ല, കുറച്ച് ലൂസിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് മീഡിയത്തിലാണ് എടുത്തിട്ടുള്ളത്. ഇതിന്റെ സ്ലീവ്സ് വന്നിട്ട് ഇങ്ങനെയാണ്. ഇവിടെ ഇങ്ങനെ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. ഇത് വന്നിട്ട് ക്രേപ്പ് മെറ്റീരിയലാണ് കേട്ടോ ഉള്ളത്. നല്ല ഭംഗിയുള്ള ഫ്ലോറൽ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത്. സ്ലീവ്സ് ഇതാ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ഫ്രണ്ടിൽ ഇതാ ഇതേപോലെ നെറിവ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ നെറിവ് കൊടുത്തിട്ടുണ്ട്. താഴെയും ഇലാസ്റ്റിക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു ബലൂൺ ഫിറ്റിലായിരിക്കും ഇത് നിൽക്കുക. ഇതിലിങ്ങനെ സിപ്പ് കൊടുത്തിട്ടുണ്ട് ഇടാൻ വേണ്ടിയിട്ട്, കംഫർട്ടബിൾ ആവാൻ വേണ്ടിയിട്ട്. നല്ല ക്വാളിറ്റി സിപ്പാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതാ ഇവിടെ ഇങ്ങനെ ഫ്രിൽസ് ഇങ്ങനത്തെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സ്റ്റൈൽ ചെയ്യുന്ന വീഡിയോ ഞാൻ സൈഡിൽ കൊടുക്കാം. നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ പ്രിന്റ് ആണ്. ക്രേപ്പ് മെറ്റീരിയൽ ആണ് കേട്ടോ വരുന്നത്. പിന്നെ ലൈനിങ്ങും കാര്യങ്ങളൊന്നും വരുന്നില്ല. ആ ഒരു ക്രേപ്പ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു സമ്മർ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഡ്രസ്സ് അല്ല, എങ്കിലും നമുക്കിത് ഇതിനകത്ത് ഇന്നേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് സമ്മേഴ്സിലും യൂസ് ചെയ്യാം. കാരണം നമുക്ക് ഇതുപോലെയുള്ള നല്ല ഭംഗിയുള്ള പ്രിന്റ്സ് ഒക്കെ കൂടുതലും വരാറുള്ളത് ഇതുപോലെ ക്രേപ്പ് മെറ്റീരിയലിലാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 300 സംതിങ് ആണ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ നെക്സ്റ്റ് ഡ്രസ്സ്. അപ്പോൾ നെക്സ്റ്റ് പ്രൊഡക്റ്റിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് 2 പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. ഒന്ന് മാമ എർത്തിന്റെ ഹണി മലായ് ഫേസ് വാഷ് ആണ്. മറ്റൊന്ന് മാമ എർത്തിന്റെ തന്നെ ഹണി മലായ് ഓയിൽ ഫ്രീ ഫേസ് മോയ്സ്ചറൈസർ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ഹണി മലായ് ഫേസ് വാഷിനെ കുറിച്ച് സംസാരിക്കാം. ഈ ഒരു ഹണി മലായ് ഫേസ് വാഷ് മാത്രമാണ് ഞാൻ കഴിഞ്ഞ ഒരു ആഴ്ചയായിട്ട് യൂസ് ചെയ്യുന്നത്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഞാനിത് ഒരാഴ്ചയായിട്ട് ഈ ഒരു ഫേസ് വാഷ് മാത്രം യൂസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പല ഫേസ് വാഷസും നിങ്ങളുടെ മുമ്പിൽ കാണിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ 1 വീക്ക് ട്രൈ ചെയ്തിട്ടാണ് അതിൻ്റെ റിസൾട്ട് കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ സ്കിന്നിൽ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് അത് വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ മാമ എർത്തിന്റെ ഹണി മലായ് ഫേസ് വാഷ് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പം ഇതിനകത്ത് ഹണി ഉണ്ട്, മലായ് ഉണ്ട്. ഹണിക്ക് നമുക്കറിയാം അതിന് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതുള്ളത് കൊണ്ട് തന്നെ അത് ഫ്രീ റാഡിക്കൽസിനെ തടഞ്ഞിട്ട് ഏർലി സൈൻസ് ഓഫ് ഏജിങ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പിമ്പിൾസ് വരുന്നതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതിനകത്ത് മലായ് ഉണ്ട്. മലായ് നമ്മളുടെ സ്കിന്നിനെ ഭയങ്കരമായിട്ട് സോഫ്റ്റൻ ചെയ്യാനും മോയ്സ്ചറൈസ്ഡ് ആയിട്ട് വെക്കാനും വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതിനകത്തുള്ള മറ്റൊരു കണ്ടന്റ് ആണ് കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത്. കോക്കനട്ട് ഓയിൽ നമ്മളുടെ സ്കിന്നിനെ ഡീപ്പായിട്ട് മോയ്സ്ചറൈസ്ഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം നമ്മളുടെ സ്കിന്ന് ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ഫ്ലേക്കി ആവുക അല്ലെങ്കിൽ ഇച്ചിനെസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ പ്രിവെൻറ്റ് ചെയ്തിട്ട് ഇതിനകത്തുള്ള എല്ലാ കണ്ടന്റ് ഹണി ആയാലും മലായി ആയാലും കോക്കനട്ട് ഓയിൽ ആയാലും ഒക്കെ നമ്മളുടെ സ്കിന്നിൽ ആ ഒരു മോയ്സ്ചർ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതിലുള്ള കോക്കനട്ട് ഓയിലിന് ആൻറ്റി ഫംഗൽ ആൻഡ് ആൻറ്റി വൈറൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. അത് നമ്മളുടെ സ്കിന്നിന് ഒട്ടും തന്നെ ഡ്രൈ ആക്കൂല കേട്ടോ.
കേട്ടോ. നല്ല രീതിയിൽ തന്നെ മോയ്സ്ചറൈസ്ഡ് ആക്കിയിട്ട് വെക്കും. പിന്നെ ഇതിനകത്ത് വൈറ്റമിൻ ഇ ഉണ്ട്. വൈറ്റമിൻ ഇ നമ്മളുടെ സ്കിന്നിനെ സോഫ്റ്റൻ ചെയ്യാനും അതുപോലെ തന്നെ നമ്മളുടെ സെല്ലിന് ഡാമേജ് വരാതിരിക്കാൻ വേണ്ടിയിട്ടും അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു സ്മെല്ല് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ട്രഡീഷണൽ സ്കിൻ കെയർ ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ഹണി ആയാലും മലായി ആയാലും അതുപോലെ തന്നെ കോക്കനട്ട് ഓയിൽ, ഇതൊക്കെ നമ്മളുടെ ഒരു ട്രഡീഷണൽ സ്കിൻ കെയർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്ത് വരുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്മെല്ല് എന്ന് പറയുന്നത് നല്ല അടിപൊളി മണമാണ് കേട്ടോ. രാവിലെ യൂസ് ചെയ്യാനായാലും രാത്രി യൂസ് ചെയ്യാനായാലും നല്ല സൂതിങ് സ്മെല്ലാണ്. ഭയങ്കര ഇറിറ്റേറ്റ് ചെയ്യുന്ന അങ്ങനത്തെ സ്മെല്ലൊന്നുമല്ല കേട്ടോ. അടുത്ത പ്രൊഡക്റ്റ് വന്നിട്ട് മാമ എർത്തിൻ്റെ ഹണി മലായ് ഓയിൽ ഫ്രീ ഫേസ് മോയ്സ്ചറൈസർ ആണ്. ഇത് നമ്മളുടെ സ്കിന്നിനെ ഒട്ടും തന്നെ ഗ്രീസി ആക്കാതെ നമ്മളുടെ സ്കിന്നിനെ നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതിനകത്ത് ഹണി ഉണ്ട്. ഹണി ഞാൻ പറഞ്ഞല്ലോ നമ്മളുടെ സ്കിന്നിനെ ഭയങ്കര സോഫ്റ്റൻ ആക്കാനും അതുപോലെ തന്നെ അതിൻ്റെ ഒരു മോയ്സ്ചർ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് മലായി ഉണ്ട്. മലായി നമ്മളുടെ സ്കിന്നിനെ ഭയങ്കരമായിട്ട് ഹൈഡ്രേറ്റഡ് ആക്കാനും സോഫ്റ്റൻ ചെയ്യാനും വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതിനകത്ത് അലോവേര ഉണ്ട്. അത് നമ്മളുടെ സ്കിന്നിനെ മോയ്സ്ചറൈസ്ഡ് ആക്കി വെക്കും. ഒട്ടും തന്നെ ഗ്രീസി ആക്കാതെ നമ്മളുടെ സ്കിന്നിനെ മോയ്സ്ചറൈസ്ഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതിനകത്തുള്ളത് ഗ്ലിസറിൻ ആണ്. ഗ്ലിസറിൻ നമ്മളുടെ സ്കിന്നിനെ സ്മൂത്തൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഓവറോൾ ഈ ഒരു ഫേസ് വാഷ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഇത് നമ്മളുടെ സ്കിന്നിനെ മോയ്സ്ചറൈസ്ഡ് ആയിട്ട് വെക്കുകയും ചെയ്യും, അതുപോലെ തന്നെ ഒട്ടും തന്നെ ഗ്രീസി ആക്കിയില്ല. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു മോയ്സ്ചറൈസർ അടിപൊളിയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇനി മാമ എർത്തിനെ കുറിച്ച് കോമൺ ആയിട്ട് പറയാനാണെങ്കിൽ ഇത് മെയ്ഡ് സേഫ് സർട്ടിഫൈഡ് ആണ്, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. ഇത് എല്ലാ സ്കിൻ ടൈപ്പിനെയും സ്യൂട്ട് ചെയ്യുന്നതും കൂടിയാണ്. ഇതിനകത്ത് ഒരു ടോക്സിൻസും യൂസ് ചെയ്തിട്ടില്ല. മാമ എർത്ത് എന്ന് പറയുന്നത് ഒരു ക്രൂവൽറ്റി ഫ്രീ ബ്രാൻഡാണ്. പിന്നെ മാമ എർത്തിൻ്റെ ഈ പ്രൊഡക്ട്സ് ഒക്കെ നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നൈക്കയിലും പേർപ്പിളിലും അതുപോലെ തന്നെ മാമ എർത്തിൻ്റെ കുട്ടികളുടെ പ്രൊഡക്ട്സ് ആണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ക്രൈയിലും എല്ലാത്തിലും അവൈലബിൾ ആണ്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് നിങ്ങൾ മാമ എർത്തിൻ്റെ ആപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ സ്പെഷ്യൽ കൂപ്പൺ കോഡ് ആയിട്ടുള്ള ഷംന 2023 യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 20% ഓഫ് കിട്ടുന്നതായിരിക്കും. മാമ-എർത്തിന്റെ വെബ്സൈറ്റിൽ നിന്ന് ഓരോരോ തവണ പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്തും അവർ അതൊരു ട്രീ ആയിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ട്. 2025 ആകുമ്പോഴേക്കും 1 മില്യൺ ട്രീ നട്ടുപിടിപ്പിക്കണം എന്നാണ് അവരുടെ ഒരു ആഗ്രഹം. അപ്പൊ അതിലേക്കും കൂടി നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും നമ്മൾ ഇത് അവരുടെ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ. ഇനി അടുത്തതായിട്ടും ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ടോപ്പ്, നമുക്കൊരു ഡ്രസ്സാണ് കേട്ടോ. അപ്പൊ ഇത് ബിറ്റർ ലൈം എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെതാണ്. മീഡിയം ആണ് സൈസ് എടുത്തിട്ടുള്ളത്. ഇത് വന്നിട്ടുള്ളത് ഷിഫോൺ മെറ്റീരിയലിലാണ്. ഇതിന്റെ ലൈനിങ് വന്നിട്ടുള്ളത് നമ്മളുടെ സാധാ ഷിഫോൺ മെറ്റീരിയലിൽ എപ്പോഴും വരാറുള്ളത് പോളിസ്റ്റർ ലൈനിങ് ആണല്ലോ, അങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇതിന്റെ സ്ലീവ്സ് ആണ് കേട്ടോ ഇതിന്റെ ഹൈലൈറ്റ്. ഇതുപോലെ ഒരു ബട്ടർഫ്ലൈ സ്ലീവ് ആണ് വന്നിട്ടുള്ളത്. അതിന്റെ 2 ലെയേഴ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ അടിയിൽ നമ്മൾ എന്തായാലും ഇന്നർ യൂസ് ചെയ്യേണ്ടി വരും. നമ്മൾ കംഫർട്ടബിൾ അല്ലെങ്കിൽ നമ്മളിതൊരു ഡ്രസ്സായിട്ട് ഇങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. ഇതാ ഇങ്ങനെയും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഫ്രണ്ടിലും ബാക്കിലും വരുന്നത് വി നെക്കാണ് കേട്ടോ വരുന്നത്. ഫ്രണ്ടിൽ കുറച്ച് ഡീപ്പായിട്ടും ബാക്കിൽ കുറച്ച് കയറിയിട്ടുമാണ് വരുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തുണ്ടല്ലോ, ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. താഴെതാ ഇതുപോലെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ട്രൈ ഓണിൽ കറക്റ്റായിട്ട് കാണാൻ പറ്റും. ഇതിൻ്റെ പ്രൈസ് 900 സംതിങ് ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം കേട്ടോ. ഇതിൽ നല്ല ഭംഗിയുള്ള ഫ്ലോറൽ പ്രിൻ്റാണ് വന്നിട്ടുള്ളത്. ഒരു നേവി ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. ഇത് ഒരു നേവി ബ്ലൂ ഷെയ്ഡിൽ നിങ്ങൾക്കത് കാണുമ്പോൾ ചിലപ്പോൾ ബ്ലാക്ക് ആയിട്ട് തോന്നും, അതുകൊണ്ട് പറഞ്ഞതാണ്. ഒരു ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. അതുപോലെ പേർപ്പിൾ അങ്ങനത്തെ കളർ കോമ്പോസ് ഒക്കെ വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. കുറച്ച് വെസ്റ്റേൺ ഡ്രസ്സസ് കാണിച്ചു. ഇനി ഞാൻ കുറച്ച് എത്നിക് കളക്ഷനും കൂടി കാണിക്കാം. അപ്പോൾ ഞാൻ 2 കുർത്തീസാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന കുർത്തീസിൻ്റെ ഒക്കെ ആഫ്റ്റർ വാഷ് റിവ്യൂ ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് അനൗക്ക് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെതാണ്. അനൗക്ക് എന്ന് പറയുന്ന ബ്രാൻഡ് മിന്ത്രയുടെ ബ്രാൻഡാണ് കേട്ടോ. അതിൽ വരുന്ന ഒരു നല്ല ഭംഗിയുള്ള ഒരു മസ്റ്റേർഡ് യെല്ലോ കളറിൽ വരുന്ന ഒരു കുർത്തിയാണ്. ഇതിൻ്റെ ഇവിടെ എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിട്ടുള്ളത്. നല്ല എലഗൻറ്റ് ലുക്ക് തരും. നമുക്ക് ഹൽദിക്കൊക്കെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കുർത്തിയാണ്. ആഫ്റ്റർ വാഷ് റിവ്യൂ ആണ് പറയുന്നത്. ഇത് ഒരുപാട് തവണ അലക്കിയിട്ടുണ്ട്. ഇതുവരെ ഇത് കേട് വരെ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട്. നല്ല ഭംഗിയുള്ള എംബ്രോയിഡറി വർക്കാണ്. ഇതിൻ്റെ നൂല് അങ്ങനെ പോരി അങ്ങനത്തെ പ്രശ്നമൊന്നും വന്നിട്ടില്ല കേട്ടോ. നല്ല രസമുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ജീൻസിലേക്ക് വേണമെങ്കിൽ അങ്ങനെയും സ്റ്റൈൽ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇതിലേക്ക് പലാസോ അല്ലെങ്കിൽ സിഗരറ്റ് പാൻറ്റ് എന്ത് വേണമെങ്കിലും നമുക്ക് ഇട്ടിട്ട് സ്റ്റൈൽ ചെയ്യാം കേട്ടോ. ഒരു സിൽക്ക് മെറ്റീരിയലാണ് വരുന്നത്. പോളി സിൽക്ക് മെറ്റീരിയലാണ്. അപ്പോൾ തന്നെ നല്ല അട്രാക്റ്റീവ് ആയിരിക്കുമല്ലോ. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 839 രൂപയാണെന്ന് തോന്നുന്നത്. അടുത്ത ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു കുർത്തിയാണ്. ഇതിന്റെ പ്രൈസ് എനിക്ക് തോന്നുന്നത് 500 സംതിങ് ആണ്. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഇത് വന്നിട്ട് വിശുദ്ധ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെതാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ കളറിലാണ് വരുന്നത്. ഇവിടെ അതാ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ബട്ടണ് നമുക്ക് തുറക്കാൻ പറ്റിയിട്ടുള്ള ബട്ടണാണ്. ബട്ടണ് നമുക്ക് ഊരാൻ പറ്റുള്ളൂ. അതിങ്ങനത്തെ കോളർ ആയതുകൊണ്ട് കൊടുത്തതായിരിക്കും. പിന്നെ ഇതിന്റെ സ്ലീവ്സിന്റെ ഇവിടെ ഇതുപോലെ ഇങ്ങനെ എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അത് വരെ നമ്മളുടെ ഈ ഒരു സ്ലീവിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ ഇത് വരിക. പിന്നെ ബാക്കിൽ പ്ലെയിൻ ആണ്. ഫ്രണ്ടിൽ നമുക്ക് ഇതേപോലെ
ഇങ്ങനെ ഒരു ലൈനൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഈ ഒരു യോക്ക് പോർഷൻ്റെ അപ്പർ പോർഷൻ ഇങ്ങനെ ഇതാക്കുന്ന രീതിയിൽ ഇവിടെ ഇങ്ങനെ ഒരു ലൈനിങ് കൊടുത്തിട്ടുണ്ട്, ഒരു പൈപ്പിംഗ് പോലെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. മൊത്തത്തിൽ ഒരേ പ്രിൻ്റാണ് കേട്ടോ ഫോളോ ചെയ്യുന്നത് താഴെ വരെ. നല്ല ഭംഗിയുള്ള ഒരു ടോപ്പാണ്. നമുക്ക് അത്യാവശ്യം ജീൻസിലേക്കൊക്കെ നല്ല രീതിയിൽ തന്നെ സ്റ്റൈൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല എലഗൻറ്റ് ലുക്ക് തരുന്നത്, നമുക്ക് ഓഫീസിലേക്കൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടോപ്പാണ്. ഇത് വിശുദ്ധ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെതാണ്. നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും പർച്ചേസ് ചെയ്തോളൂ. ഇത് ഞാൻ കുറേ അലക്കിയിട്ടുണ്ട്, അങ്ങനെ കളർ ഫെയ്ഡ് ആവുക അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. നല്ല കോട്ടൺ മെറ്റീരിയൽ, റയോൺ മെറ്റീരിയലാണ് വരുന്നത്. നമുക്ക് സമ്മേഴ്സിലൊക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സമ്മേഴ്സിൽ റയോൺ അല്ലെങ്കിൽ കോട്ടൺ മെറ്റീരിയൽ, അതുപോലെ തന്നെ നമുക്ക് ഇതുപോലത്തെ ലൈറ്റ് കളേഴ്സ് ഒക്കെയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇനി ലാസ്റ്റ് ആയിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു നൈറ്റ് വെയർ ആണ്. ഈ പ്രൈസ് വന്നിട്ട് 600 സംതിങ് ആണ്, പക്ഷെ നല്ല ഭംഗിയുള്ള ഒരു പേർപ്പിൾ ഷെയ്ഡിൽ വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ ഇതാ ഇതുപോലെ ഇങ്ങനെ വി നെക്കാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഒരു കഫ്താൻ മോഡലാണ് വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ടൈ ചെയ്യാനും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെയാണ് വരുന്നത്, കണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് എനിക്ക് തോന്നുന്നു പോളിസ്റ്റർ ആവാനാണ് ചാൻസ്. അങ്ങനെ ഒരു കട്ടിയുള്ള മെറ്റീരിയലാണ്, നമുക്ക് ചൂടെടുക്കുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ. അത് പറയാതെ വയ്യ, ചൂടെടുക്കുന്ന ഒരു മെറ്റീരിയലാണ്. പക്ഷെ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല സ്റ്റൈലിഷ് ആണ്. ഇങ്ങനെ ഒരു മാക്സി, പിന്നെ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കിങ്ങനെ ഇവിടുന്ന് അങ്ങോട്ട് താഴേക്ക് കട്ടിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു റൗണ്ട് കട്ടാണ് ഇതിൻ്റെ താഴെയും വരുന്നത്. വേറെയും കളർ ഓപ്ഷൻ അവൈലബിൾ ആയിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതിൻ്റെ പ്രൈസ് ഞാൻ സൈഡിലും കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചിട്ടുള്ള ഡ്രസ്സിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഡ്രസ്സ് ഏതാണെന്ന് താഴെ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.